പറഞ്ഞ പോലെ ചെയ്താൽ മതി. ഹലോ. ശരാം. താങ്ക്സ്. 2 ദിവസമായി ഞാൻ ഫോൺ ചെയ്യുന്നു. സാഗർ ബിസി ആയിരുന്നു. എങ്ങനെയുണ്ട്? ശത്രുപാളയത്തിൽ തന്നെ ഇരതേടുന്ന അശ്വതിയുടെ സാമർഥ്യത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. കൊള്ളാം. അതെന്താ അങ്ങനെ പറഞ്ഞത്? എന്നെയും എന്റെ സംഘത്തെയും കുറിച്ച് എഴുതിയിട്ട് അതിന്റെ അഭിപ്രായം എന്നോട് തന്നെ ചോദിക്കണം. ഇല്ലാത്തൊന്നും ഞാൻ എഴുതിയിട്ടില്ല. സാഗറിന്റെ അനുവാദം വാങ്ങിയതിന് ശേഷമാണ് ഞാൻ ഈ ഫീച്ചർ ആരംഭിച്ചത്. പിന്നെ സംഘം ഇപ്പോഴില്ലല്ലോ. ജാക്കിയും സാഗറും ശേഖരൻകുട്ടിയും തമ്മിൽ പിരിഞ്ഞില്ലേ? അതേതായാലും നന്നായി. ഇനിയിപ്പോ എന്റെ ഫ്യൂച്ചറിന് ഗ്രിപ്പ് കൂടും. പലതും പ്രതീക്ഷിക്കാമല്ലോ. പണ്ട് ഹാജി മസ്താനി യൂസഫ് പട്ടേലും തമ്മിൽ തെറ്റിയപ്പോ പത്രക്കാർക്ക് കുറെ നാളത്തേക്ക് നല്ല കോളായിരുന്നു. എന്നും ചൂടുള്ള വാർത്തകൾ, ആക്ഷൻ ആൻഡ് റിയാക്ഷൻ. രണ്ടാടുകളെ തമ്മിൽ കൂട്ടിയിടിപ്പിച്ചിട്ട് നടുക്ക് നിന്ന് ചോര കുടിക്കാൻ ശ്രമിച്ച കുറുക്കന്റെ കഥ അശ്വതിക്ക് കേൾക്കണോ? അയ്യോ, ഞാൻ ആ അർത്ഥത്തിൽ പറഞ്ഞതല്ല. ഏതർത്ഥത്തിൽ പറഞ്ഞാലും തമ്പുരാട്ടിക്കുട്ടിയുടെ ഈ കൊച്ചു തലയിൽ ഒരുപാട് വക്രതയുണ്ട്. അട്ടെ, അശ്വതിയുടെ ഇപ്പോഴത്തെ ഈ വരവിന്റെ ഉദ്ദേശം എന്താണ്? ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ. സാഗർ ജാക്കിയായ കഥ. അതെന്തറിയാനാ? സ്വന്തമായിട്ട് അങ്ങ് എഴുതിയാ മതി. അതുപോരാ. അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ ഇത്രയും ബുദ്ധിമുട്ടി സാഗറിന്റെ പുറകെ നടക്കണമായിരുന്നു. പുലിവാലായല്ലോ. അബദ്ധത്തിന് ഞാനൊന്ന് സമ്മതിച്ചു പോയി. അശ്വതി, ഈ കഥയൊക്കെ പറയുന്നതിന് ഒരു മൂഡ് വേണം. ഐ എം നോട്ട് ഇൻ എ മൂഡ്. വേണ്ട, എനിക്ക് തിരക്കൊന്നുമില്ല. ഞാൻ വീണ്ടും വരാം. ഓക്കെ. തമ്പുരാട്ടിക്കുട്ടി, ഒന്നിക്കണം. അതിലൊന്നുമില്ല. അതെന്താ അങ്ങനെ പറഞ്ഞത്? എന്നെ എന്റെ സംഘത്തെയും കുറിച്ച് എഴുതിയിട്ട് അതിന്റെ അഭിപ്രായം എന്നോട് തന്നെ ചോദിക്കണം. ഇല്ലാത്തൊന്നും ഞാൻ എഴുതിയിട്ടില്ലല്ലോ. ഇതെന്റെ ശബ്ദമാണ്. കോടതി ചെന്നാൽ ഇതൊരു തെളിവാണ്. അയ്യോ, പിന്നെ എനിക്ക് അങ്ങനെ ദുരുദ്ദേശമൊന്നുമില്ല. ഇറ്റ് ഈസ് റൊട്ടീൻ. അശ്വതി വർമ്മയുടെ ഉദ്ദേശം നിർദോഷമായിരിക്കും. ബട്ട് ഐ ഹാവ് ടു സേഫ് ഗാർഡ് മൈ ഇൻട്രസ്റ്റ്. ദാറ്റ്സ് ഓൾസോ റൊട്ടീൻ. താങ്ക് യു വെരി മച്ച്. ഉന്നം പഴച്ചു പോയെന്ന് ഇത് പറയാൻ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? നിന്നെയൊക്കെ ഒരു കാര്യം ഏൽപ്പിച്ചപ്പോഴേ അറിയാം നടക്കില്ലെന്ന്. എന്താടാ ഇത്? തുടക്കതയോ അതോ നീ തന്നെ കൊടുക്കുന്ന പരസ്യമോ? ഞാനിത് ഇപ്പോഴാ കാണുന്നത്. മാരണം ഒന്ന് കഴിഞ്ഞപ്പോ മറ്റൊന്ന്. തലവേദന വിട്ടുമാറുന്ന ലക്ഷണമില്ലല്ലോ. ഞാനിപ്പോ എന്ത് ചെയ്യാനാ? അത് ഞാൻ തന്നെ പറയണോ? വല്ല നക്കാപ്പിച്ചയും കൊടുത്ത് ഒതുക്കടാ അതിനെ. അങ്ങനെയൊന്നും ഒതുങ്ങുന്ന കൂട്ടത്തിലല്ല. ആ വർമാജിയുടെ കൊച്ചുമോളാ. അച്ഛനൊരു കാര്യം ചെയ്യും, ആ വർമാജിയെ വിളിച്ചൊന്ന് പറ. ഫസ്റ്റ് എന്നാ പിന്നെ അതായിരിക്കും അടുത്ത തലക്കെട്ട്. മന്ത്രിയുടെ സ്വാധീനം പത്രപ്രവർത്തനത്തിലും. എങ്കിൽ അച്ഛന് നിന്റെ ഉടമസ്ഥന്മാരെ അറിയാലോ, അവരെ വിളിച്ചൊന്ന് പറയാൻ പാടില്ലേ? ആ കള്ളൻ സേട്ടുവിനെയോ? അയാൾ ഈ ഭൂലോകം തന്നെ ഭാരം ചോദിക്കും. പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് അച്ഛൻ പറയുന്നത്? നിന്റെ കുറെ ശിങ്കിടികളുണ്ടല്ലോ, തിന്നും കുടിച്ച് നടക്കുന്ന വർഗങ്ങള്. എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. പിന്നെ അച്ഛൻ കയറി ഇടപെടരുത്. നീ എന്ത് വേണേ ചെയ്തു തോലയ്ക്ക്.
പോ. എൻഗേജിലാ. അശ്വതി വർമ്മയല്ലേ? അതെ. ഛെ, വിടൂ, വിടാൻ. വിടൂ. ഹലോ, കുറച്ചു മുമ്പ് ഹോട്ടൽ ചാണക്യയിൽ നിന്ന് ശേഖരൻകുട്ടിക്ക് ഒരു ഫോൺ ഉണ്ടായിരുന്നു. ഞായറാഴ്ച ഉപയോഗിക്കുന്ന കണ്ണാടി കിട്ടിയിട്ടുണ്ട് എന്നായിരുന്നു മെസ്സേജ്. പൊട്ടിക്കാതെ സൂക്ഷിക്കണം എന്നായിരുന്നു ശേഖരൻകുട്ടിയുടെ മറുപടി. താങ്ക് യു ജോർജ്. ചീഫ് മിനിസ്റ്ററോ? ശരി, ശേഖരൻകുട്ടി, താഴെ അച്ഛൻ വന്നിട്ടുണ്ടെന്ന്, അങ്ങോട്ട് ചെല്ലാൻ. അച്ഛൻ ഇവിടെ? ഞാനിപ്പോ വരാം. അച്ഛൻ എവിടെ? ഇവിടെ. അശ്വതിയോടെ. അശ്വതി എവിടെ?